ഇന്ത്യ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. സുപ്രധാനമായ തീരുമാനമെന്ന് പറയുമ്പോൾ ഒന്നാമതായി പറയുകയാണെങ്കിൽ സിന്ധു നദീജല കരാർ, നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ് സിന്ധു നദീജല കരാർ. അത് റദ്ദ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമതായി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം. അവർക്ക് ഇനിമേൽ വിസ നൽകുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനം കൂടി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. മൂന്നാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ വാഗ ബോർഡർ അത് അടയ്ക്കാനുള്ള തീരുമാനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അട്ടാരി പാകിസ്ഥാൻ വെള്ളമില്ലാതെ നശിക്കാൻ പോവുകയാണ്. എന്താണ് സിന്ധു നദീജല കരാർ? ഇത് നൂറ്റാണ്ടിന് മുമ്പേ തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ്. സിന്ധു, സത്ലജ്, ചെനാബ് ഈ 3 നദികളിലെയും വെള്ളം അത് പാകിസ്ഥാനുള്ള ഉപയോഗത്തിന് വേണ്ടി അവർക്ക് എടുക്കും. ധ്യാൻ, സത്ലജ്, രവി എന്ന് പറയുന്ന 3 നദികളിലെ വെള്ളം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കരാറിലാണ് നമ്മൾ ഏർപ്പെട്ടിരുന്നത്. ഈ കരാർ റദ്ദാക്കുന്നതോടുകൂടി തന്നെ എന്ത് സംഭവിക്കും? 3 നദികളിലെയും വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ വരുമ്പോൾ അവരുടെ കൃഷി നശിക്കും. ഈ പാകിസ്ഥാൻ തകരുക തന്നെ ചെയ്യും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവർ പാകിസ്ഥാൻ കാശ്മീർ വേണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അല്ലാതെ അവർ കാശ്മീരിനോടുള്ള സ്നേഹം കൊണ്ടാണ് പാകിസ്ഥാൻ ഇത് വേണമെന്ന് പറയുന്നതുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഈ നദികൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അത്രയും കാലം അവർ സുരക്ഷിതരല്ല. അവർക്ക് ഈ നദിയിലെ വെള്ളം വളരെ വളരെ അത്യാവശ്യമാണ്. കാശ്മീർ അവരുടെ ഭാഗമാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അത് അവരുടെ ആവശ്യമൊന്നല്ല, അവരുടെ അത്യാവശ്യമാണ്. 3 വലിയ യുദ്ധങ്ങളെ അതിജീവിച്ച കരാറാണ്. ഈ വലിയ 3 യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കുന്നതിനുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയോ ഒന്നും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നതോടുകൂടി വളരെ കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം. ബോർഡർ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ട്രേഡിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പമുണ്ട്. ലോകരാഷ്ട്ര തലവന്മാരെല്ലാവരും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്, അനുശോചനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഇത് ഏതൊക്കെ ഭീകര സംഘടനകളുമായിട്ടാണ് ഇതിനൊക്കെ ബന്ധമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അവസാനത്തെ അടിവേര് പിഴുതെറിയുന്നത് വരെ നമ്മൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. ഇതുപോലുള്ളൊരു കാര്യം ഇന്ത്യക്കുള്ളിൽ നടക്കാൻ അനുവദിച്ചു കൂടാ. നന്ദി, നമസ്കാരം.